ജെറ്റ് ലാഗ് കാരണം ഉറക്കം എണീറ്റപ്പോഴാണ് സിന്ധുവമ്മയ്ക്കും എൻ്റെ കസിൻസിനും നെഗറ്റിവിറ്റി ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടതല്ല. പിന്നെ തന്നെ അമ്മൂമ്മയുടെ വീഡിയോ കോൾ ഇട്ടത് എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ സിന്ധു കൃഷ്ണയുടെ അനിയത്തിയുടെ മോള് തൻവി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് തങ്ങളുടെ മുത്തശ്ശീനെ നോക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞിട്ടാണ് തൻവി വീഡിയോ ഇട്ടിരുന്നത്. തൻവി ഡയറക്റ്റ് ആയിട്ട് സിന്ധു കൃഷ്ണക്കെതിരെ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇതിന്റെ റിസൾട്ട് ആയിട്ട് വന്നത് സിന്ധു കൃഷ്ണക്കെതിരായിട്ടുള്ള ഒരു പരാമർശമാണ്. ഇവിടെ പ്രധാനമായി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഇസ് മൈ മദർ ആൻഡ് ഹെർ റിലേഷൻഷിപ്പ് വിത്ത് ഹെർ parents, especially her father, about whom she deeply cared for. അപ്പം as daughters or as children maybe you can relate that നിങ്ങളുടെ പാരന്റിനെ ഒരാൾ വന്ന് ഇങ്ങനെ പിച്ചുമയും പറയുന്നത് കൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലായിരിക്കും. തൻവിയുടെ മുത്തശ്ശി എന്ന് പറയുവാണെങ്കിൽ സിന്ധു കൃഷ്ണയുടെ അമ്മയാണ്. സിന്ധു കൃഷ്ണയാണെങ്കിലും സിന്ധു കൃഷ്ണയുടെ ഫാമിലി ആണെങ്കിലും നാട്ടിലുണ്ട്. തൻവി ആണെങ്കിൽ വിദേശത്താണ്. എപ്പോഴും ഓടി വരാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പുറത്തു വരുമ്പോഴത്തേനും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. മകള് നാട്ടിലുണ്ട്, അതായത് സിന്ധു കൃഷ്ണ എന്ന മകള് നാട്ടിലുണ്ട്, എന്നിട്ട് പോലും ഈ അമ്മയെ നോക്കുന്നില്ലെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. ഞാൻ അതേപോലെ മാനേജ്മെന്റ് ലെവൽ ജോലിയാണ് വെട്ടിട്ട് വന്നത്. അമ്മൂമ്മ ഇങ്ങനെ പോയി ഇങ്ങനെ സ്ട്രെസ് ആക്കിയാൽ അവസാനം അമ്മൂമ്മക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്നെ കൊണ്ട് സഹിക്കാൻ പോലും പറ്റത്തില്ല. ഒരാൾ പോയതിന് സങ്കടം എനിക്ക് ആ വീട്ടിൽ കയറി അപ്പൂപ്പ ഇല്ലാത്തതിന് എനിക്ക് ഓരോ തവണയും തിരിഞ്ഞ് അപ്പൂപ്പൻ്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ എനിക്ക് അതുപോലെ ഒരു വേദനയില്ല. കഴിഞ്ഞ ദിവസം പുറത്തൊരു വീഡിയോ കോൾ വന്നിരുന്നു. അതായത് തൻവിയും മുത്തശ്ശിയും തമ്മിൽ സംസാരിക്കുന്നേ. ആ കോളിന്റെ അകത്ത് തൻവിയുടെ മുത്തശ്ശി കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തൻവി ഒരു പോക്കറ്റ് ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതായത് പുറത്തു വിടാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തൻവി ഈ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൂപ്പൻ മരിച്ചു. അപ്പൂപ്പൻ മരിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടാം. അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. അമ്മൂമ്മ എന്തുണ്ട്? പാക്കിംഗ് ഒരാള് കുഞ്ഞുവാവ് ഉറങ്ങുവാ. പിന്നെ ലിയാന് ഡേ കെയറിൽ പോയി. എന്താണ് ഞാൻ ഡേറ്റ് പറയല്ലേ? ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ? ഞാൻ എന്തായാലും ഞാൻ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ, എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ നമ്മൾ വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടി എടുത്തോണ്ട് വന്നു. ഇത്ര നാൾ സമാധാനമുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന്. എല്ലാ മക്കളെ എന്തായിരുന്നാലും എന്റെ അപ്പൂപ്പൻ പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് ആരെടുത്തരും ഇല്ല. ഇപ്പൊ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്കാരാണ്. ജോലിക്ക് വരുന്ന ആൾക്കാരും നേരെ നിൽക്കുന്നില്ല. അതാണ് അമ്മൂമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്. അല്ലാതെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരും ഇല്ല. ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി, ഹൈ BP ആണ്. അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വന്നിട്ട് വേണം അമ്മൂമ്മേനെ കൊണ്ട് രാവിലെ എക്സസൈസ് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീച്ച് നമ്മള് രാവിലെ CPT നടക്കാൻ പോകും, ഓടാൻ പോകും. ഞാൻ എനിക്ക് അവളെന്നെ എണീപ്പിക്കും. അല്ല മക്കളെ, നിങ്ങളെയൊക്കെ കാണുമ്പോ ഒരു പക്ഷേ എന്റെ BP ഒക്കെ കുറഞ്ഞു കിട്ടുമെന്ന്, കുഞ്ഞുങ്ങളെ കാണുമ്പോ കുറഞ്ഞു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതൊക്കെ കുറഞ്ഞു കിട്ടും. നമ്മള് വരുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അമ്മൂമ്മ വിഷമിക്കണ്ട. ഓക്കെ, എന്തായാലും കുഞ്ഞിനെ കാണാൻ നോക്ക്. കാത്തിരുന്ന് പോയടാ. അമ്മൂമ്മയാണ് നമ്മള് വല്ലപ്പോഴും ഒരു സിനിമയ്ക്ക് പോകുമ്പോ അമ്മൂമ്മയാണ് അവിടെ നോക്കേണ്ടത്. അതൊക്കെ ഞാൻ നോക്കും. പെട്ടെന്ന് കരച്ചിലൊക്കെ നിന്ന്. അല്ല അതുകൊണ്ട് വീട്ടിൽ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ അടുത്താക്കിട്ട് പോയാലെന്ത്? അത് പൊടിക്കുഞ്ഞല്ലേ, പാല് പമ്പ് ചെയ്ത് വെച്ചാ നിങ്ങൾക്ക് നോക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ലിയനെ കൊടുത്തു വിട്ടപ്പോ അമ്മമ്മ അയ്യോ കൊച്ചു കരയുന്നേ, അവള് മരിക്കാറേന്നൊക്കെ. പിന്നെ എന്റെ കൊച്ചു കരഞ്ഞോണ്ടിരുന്നാ പിന്നെ എനിക്ക് അതൊക്കെ എനിക്ക് വിഷമമാണ്. അങ്ങനെയൊന്നും അവർ കരയാനൊന്നും പാടില്ല. അവരെപ്പോഴും ചിരിച്ച് നന്നായിട്ടിരുന്നാലല്ലേ. എനിക്ക് അമ്മമ്മ ആദ്യം കരയാതെ ചിരിച്ചിരിക്കുക. അതപ്പോ നമുക്കും സന്തോഷമാവും കേട്ടാ. ഇനി അമ്മമ്മ വിഷമിക്കണ്ട, നമ്മള് പാക്കിങ് നടത്തട്ടെ. അപ്പൊ എന്തായാലും അമ്മൂമ്മ ഉറങ്ങിക്കോ. നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡെയിലി രാവിലെയും വൈകിട്ടും അമ്മൂമ്മ വിളിച്ചിങ്ങനെ കരയും. സത്യം പറയുവാണെങ്കിൽ ഇത് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് സിന്ധു കൃഷ്ണയ്ക്കാണ്. അതായത് സിന്ധു കൃഷ്ണയുടെ അമ്മയാണ്. സിന്ധു കൃഷ്ണയുടെ അമ്മേനെ ആരും നോക്കാനില്ല എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ പുറത്തു വരുവാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും നെഗറ്റീവായിട്ട് ബാധിക്കും. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൻവി ഇത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ നോക്കി വളർത്തിയവർക്ക് അവസാനം പ്രായമായതിനു ശേഷം അവരെ നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് ഇത്രയും ഞാൻ പൈസ ഉണ്ടാക്കി അവർക്ക് അയച്ച് എന്തിനാ? എങ്കിൽ ഇവർക്ക് വല്ലതും പൈസ കൊടുത്തിട്ട് എന്നെ നോക്കിയാൽ പോരായിരുന്നു. അതേപോലെ ഞാനും ഇനി അവസാനം ഞാനിപ്പോൾ മെറ്റേണിറ്റി ലീവ് ഏർപ്പാട് ചെയ്ത് ഞാൻ വന്നപ്പോൾ ഈ വീട് എൻ്റെ പൊന്നെ, ഈ വീട് മൊത്തവും കുളമായിരുന്നു. കുളമെന്ന് വെച്ചാൽ തൻവി ചെയ്തത് സിന്ധു കൃഷ്ണയ്ക്കെതിരെ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുത്തൊരു അടിയാണ്. തൻവി പറയുന്നുണ്ട് ആ വീട് വൃത്തിയാക്കാൻ ആരുമില്ല, ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴത്തേനും അതിന്റെ അവസ്ഥ കണ്ടപ്പോഴത്തേനും എനിക്ക് തന്നെ സങ്കടം തോന്നിയെന്ന്. ഇതൊക്കെ സിന്ധു കൃഷ്ണയ്ക്കെതിരെ പറയുന്നതാണ്. കാരണം കേട്ടാൽ തന്നെ നമുക്കറിയാം. അതായത് മകളായിട്ട് നാട്ടിലുള്ളത് സിന്ധു കൃഷ്ണയാണ്. ആ സിന്ധു കൃഷ്ണയ്ക്ക് സ്വന്തം അമ്മേനെ നോക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു വിചാരം പബ്ലിക്കിലേക്ക് എത്തിക്കുക, അതാണ് തൻവി നോക്കിയത്.
പക്ഷെ തൻവി ഉണ്ടാക്കിയ ആ സ്ക്രിപ്റ്റ് അങ്ങ് പാളിപ്പോയി. ആ മുത്തശ്ശിയോട് സംസാരിക്കുന്ന രീതി കണ്ടാൽ തന്നെ നമുക്കറിയാം പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന്. ആ മുത്തശ്ശി വിളിക്കുമ്പോഴത്തേനും എക്സൈറ്റ്മെന്റോടെ മുത്തശ്ശി വിളിക്കുന്നെന്ന് ഇവർ പറയുന്ന ഒരു രീതിയുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം മുമ്പേ വിളിച്ചിട്ട് എല്ലാം പഠിപ്പിച്ചിട്ട് വീണ്ടും വിളിപ്പിക്കുന്നതാണ്. അപ്പോൾ മരിച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടാം. അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. അമ്മൂമ്മ വിളിക്കുന്നുണ്ട്. അമ്മൂമ്മ. തൻവി എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തു? കൃഷ്ണകുമാറും ഫാമിലിയുമായിട്ടുള്ള തൻവിയുടെ ഇഷ്യൂ എന്താണെന്ന് നമുക്കറിയത്തില്ല. സത്യം പറയുവാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൃഷ്ണകുമാറിന്റെ ഫാമിലിക്കെതിരെ ആർക്കും എന്ത് വേണമെങ്കിലും പറയാം. അതായത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇവരെ കരിവാരിത്തേക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. വെരി ഷെയ്ഡി. കാരണം ആ വീഡിയോയിൽ ആദ്യം പറയുന്നുണ്ട് തൻവിയാണ് ഹോം നേഴ്സിന് പേ ചെയ്തത്, പിന്നെ പറയുന്നുണ്ട് തൻവി അല്ല ഹോം നേഴ്സിന് പേ ചെയ്തത്. അപ്പം ഇങ്ങനെ ഹാഫ് ബേക്ഡ് ആയിട്ട് ഇടുമ്പോൾ പിന്നെ അത് മതിയല്ലോ ആൾക്കാർക്കൊരു കഥ ഉണ്ടാക്കി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഐ എം ഷുവർ തൻവി ഡസന്റ് ഈവൻ നോ ഹോം നേഴ്സിന് നമ്മൾ ഒരു മാസം എത്ര രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ ഹോം നേഴ്സ് ഏജൻസി തൻവിക്ക് അറിയാമോ? അതായത് തൻവി ആദ്യം വീഡിയോ ഇട്ടപ്പോഴത്തേനും കൃഷ്ണകുമാറിന്റെ ഫാമിലിക്കെതിരെയാണ് ആളുകൾ കൂടുതലും റിയാക്ട് ചെയ്തത്. അതായത് കമന്റ് ബോക്സ് ഒക്കെ കണ്ടാൽ അറിയാം അവരിങ്ങനെയൊക്കെ ചെയ്യും, അവരങ്ങനെയാണെന്നുള്ള രീതിയിലാണ് ആളുകൾ കമന്റ് ഇട്ടേക്കുന്നത്. അതായത് അവരെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇതിന്റെ സത്യം എന്താണെന്ന് അറിയാതെ. അമ്മ എന്നോട് പണ്ട് എപ്പോഴും ഭയങ്കര വേണ്ടാതീനം പറഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയല്ല, അതിപ്പോൾ നിനക്ക് അങ്ങ് ക്ഷമിച്ചു വിട്ടു. ആ ഒരു ഇതിൽ നമ്മൾ വിചാരിക്കും വയസ്സായില്ല, ഇനി എത്ര നാളും കൂടി ഉണ്ടാകും, ആ പോട്ടെ സാരമില്ല, പ്രായത്തിൻ്റെ ഇതിൽ പ്രാന്ത് കാണിച്ചായിരിക്കും, പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വി ടേക്കിംഗ് ടൈം ടു സോ മെനി കൺട്രീസ്. ഈവൻ ലാസ്റ്റ് ഡിസംബർ നമ്മൾ ദുബായി പോയപ്പോൾ ഞാനും അമ്മയും പറയായിരുന്നു, ഞാൻ അമ്മ ചോദിക്കായിരുന്നു അമ്മയ്ക്ക് ബുർജ് ഖലീഫ കാണണം എന്ന് ആഗ്രഹമുണ്ടോ? ഇതൊക്കെ ഇവരൊരു പഞ്ചപാവാന്ന് വിചാരിച്ചിട്ടില്ല. ഇതിന് മുമ്പ് എത്രയെങ്കിലും അടികൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ വിൽ ബി ലൈക്ക് സാരമില്ല പോട്ടെ. പക്ഷേ ഈ ഡിസംബറിന് മുമ്പാണ് ഈ മാസീവ് അടി നടക്കുന്നത്. അപ്പോൾ അമ്മ ഓൾവേസ് ബിൻ എ പ്രോബ്ലമാറ്റിക് പേഴ്സൺ. എന്തൊക്കെയായാലും അമ്മയല്ലേ, എത്രയൊക്കെ തെറ്റ് അവരുടെ ഉണ്ടായാലും നമ്മൾ ക്ഷമിച്ചിട്ട് മുന്നോട്ട് പോകണം, അവരെ നോക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും. പക്ഷെ ചില പാരന്റ്സ് ഉണ്ട് എത്ര ക്ഷമിച്ചാലും തലേ കയറിയിരിക്കുന്നേ. അങ്ങനെയുള്ള രീതിയിലാണ് ഈ അമ്മയുടെ പെരുമാറ്റം എന്നാണ് അഹാന കൃഷ്ണൻ ഇട്ട വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ദ പ്രോബ്ലമാറ്റിക് തിങ് ഇൻ ഹെർ ബിക്കെയിം റിയലി ബാഡ്. അപ്പം വയ്യാതായി കഴിഞ്ഞു. അപ്പം ഈ ഓഗസ്റ്റിൽ സ്ട്രോക്ക് വന്ന ശേഷം സെപ്റ്റംബറിൽ സർജറി കഴിഞ്ഞ ശേഷം ഹി ഓൾവേസ് നീഡഡ് ഹോം നേഴ്സ്. അതല്ലാതെ അപ്പം പറ്റില്ലായിരുന്നു. കാരണം അപ്പം ഷുഗർ ഉള്ളതുകൊണ്ട് ഡെയിലി 3 പ്രാവശ്യം ഇൻസുലിൻ എടുക്കണം. ആൻഡ് അപ്പം ഒരുപാട് ഓർമ്മക്കുറവുണ്ടായിരുന്നു. അപ്പം നമ്മളോട് കള്ളം പറയും ഇൻസുലിൻ എടുത്തു. പക്ഷേ അപ്പം ഇൻസുലിൻ എടുക്കത്തില്ല. അങ്ങനെ കുറേ ദിവസം ഹോം നേഴ്സ് ഇല്ലാതെ അപ്പം ഇൻസുലിൻ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും അപ്പം മറ്റേ എന്താണ് ഷുഗർ ഡൗൺ ആയി കൊളാപ്സ് ആയി ബോധമില്ലാതെ കിടക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അവർ റിവൈവ് ചെയ്തെടുത്തിട്ട് അവർ പറയും ഇൻസുലിൻ ബോഡി കയറിയിട്ടില്ല എന്ന് പറയും. സോ അപ്പം ഒട്ടും കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹിംസെൽഫ് ഓൺ ഹിസ് ഓൺ അല്ലായിരുന്നു. ദോ ഹി തോട്ട് ഹി വാസ്. ഹി നീഡഡ് എ ഹോം നേഴ്സ്. അങ്ങനെയാണ് അപ്പൻ്റെ സർജറി കഴിഞ്ഞ് നമ്മൾ ഇവിടെ ലൈഫ് കെയർ ലൈഫ് കെയർ എന്ന് പറയുന്ന ഏജൻസിയാണ് ലൈഫ് കെയർ സതീഷ് ഇത് നമ്മളാണ് ഹോം നേഴ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഹോം നേഴ്സ് വീട്ടിലുള്ളത് പുള്ളിക്കാർക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ് വാസ് എ വെരി ബിഗ് ഹൗസ്, 5 ബെഡ്റൂം അറിയാലോ, 5 ബെഡ്റൂമുള്ള വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നേഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നേഴ്സ് വരും, ഇവർ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഹോം നേഴ്സസ് പോകും. ആൻഡ് ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് എത്ര ഹോം നേഴ്സ് ഒരു 15 ഹോം നേഴ്സ് എങ്കിലും ഏകദേശം 15 ഹോം നേഴ്സിനെ എങ്ങാണ്ട് ഇവരെ നോക്കാനായിട്ട് അവിടെ നിർത്തി. ആ 15 പേരെയും വഴക്ക് പിടിച്ചിട്ട് പറഞ്ഞു വിട്ടു. അവർക്ക് വൃത്തിയില്ലെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അഹാനകൃഷ്ണയുടെ ചാനലിൽ ഇട്ട വീഡിയോ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അവർ പറയുന്നതാണ് സത്യമായിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹോം നേഴ്സ് 2 ഹോം നേഴ്സ് ഒക്കെ വന്നിട്ട് നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് ഡൗട്ട് തോന്നത്തില്ല. ഇത് 15 ഹോം നേഴ്സ് വന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ട്. അതിന്റെ റീസൺ അഹാനയുടെ മുത്തശ്ശി തന്നെയാണ്. നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. ആരെന്ത് ചെയ്താലും അമ്മയ്ക്ക് അപ്പം ഞാനാണ് ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളും എനിക്ക് വന്ന് ചെയ്തു തന്നത്. അതേ തിരിച്ച് ഞാനും ചെയ്തു കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ ഫോൺ വിളിക്കാൻ ആരും ഇല്ല എന്നൊക്കെ പറയുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ട് നാട്ടിലേക്ക് വരുത്താനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മ എന്നോട് ഇവിടെ പറയുന്ന ഓരോ കൊച്ചു കാര്യങ്ങളും വലിയ കാര്യമായിട്ട് തോന്നാത്തത്. പിന്നെ അമ്മൂമ്മയ്ക്ക് അപ്പോൾ പിന്നെ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അത് എനിക്ക് അവർ തരത്തുള്ളൂ. ഇപ്പോൾ ഒരു കിലോ ചിക്കൻ മേടിച്ചാൽ പോലും അത് മൊത്തം എന്നെ തന്നെ തിരിക്കാൻ നോക്കുക, അവർ പോലും കഴിക്കത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് ഈ ലോകത്ത് അപ്പൂപ്പൻ കഴിഞ്ഞാൽ പിന്നെ ഞാനാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലാതെ വേറെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്താനുള്ള രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ആ കാര്യം കഴിഞ്ഞു. ഈ തൻവിയുടെ അച്ഛനും അമ്മയും തൻവിയുടെ ചെറിയ പ്രായത്തിൽ സെപ്പറേറ്റ് ആയതാണ്. അതിനുശേഷം തൻവി നിന്നത് മുത്തശ്ശിയോടും കൂടെയാണ്. അതിനുശേഷം കുറെ നാള് അച്ഛൻ വേറെ മാരേജ് കഴിച്ചപ്പോൾ അച്ഛൻ്റെ കൂടെ പോയി നിന്നെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് തൻവിയുടെ അച്ഛൻ 2ാമത് കല്യാണം കഴിച്ചത് ഒരു അറബി സ്ത്രീനെയാണ്. അവർ താമസിച്ചിരുന്നത് ദുബായിലാണ്. 2ാമത് കല്യാണം കഴിച്ചതിന് ശേഷം തൻവിയുടെ അച്ഛൻ നാട്ടിൽ വന്നിട്ട് മുത്തശ്ശിയോടും സംസാരിച്ചതിന് ശേഷം തൻവിയെ കൊണ്ട് ദുബായിക്ക് പോയെന്നാണ് പറയുന്നത്. അവിടെ 2 വർഷത്തോളം തൻവി ജീവിച്ചെന്നാണ് പറയുന്നത്. ആ ജീവിതം അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഈ തൻവിയുടെ മുത്തശ്ശിയുടെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണുന്നത് വെവ്വേറെ രീതിയിലാണ്. അതായത് അഹാനകൃഷ്ണനെയൊക്കെ കാണുന്ന രീതിയിലല്ല തൻവിനെ കാണുന്നത്. തൻവിയോട് കുറച്ച് സ്നേഹം കൂടുതലാണ്. എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ തൻവിക്ക് കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മുടെ റിലേറ്റീവ് ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മളോട് തിരിച്ചു വ്യത്യാസം കാണിക്കുമ്പോഴത്തേനും നമുക്ക് സങ്കടം തോന്നും. നമ്മളും തിരിച്ചാ ഇതേ കാണിക്കത്തുള്ളൂ. അങ്ങനെ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഈ ഹോം നേഴ്സ് വരുന്ന ഒരാഴ്ച അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ ഓക്കെ എടുക്കും. ഈ ലേഡിയുടെ ടോർച്ചർ ലെറ്റ് ദാറ്റ് പേഴ്സൺ ഡു ദിയർ ജോബ്. എന്തിനാ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക? ഒരു നല്ല ഹോം നേഴ്സിനെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം തികഞ്ഞ ഒരാളെ നമുക്ക് ഹോം നേഴ്സായിട്ട് നമ്മൾ കിട്ടുന്ന ആളുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. സോ അമ്മ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ അവസാനം എൻ്റെ അപ്പൂപ്പൻ മരിച്ചു കഴിഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടറിയാം. ഞാൻ 29th January 31st January ഞാനും അപ്പൂപ്പനും അവസാനമായിട്ട് ഫുഡ് കഴിക്കാൻ ഒരു ദിവസം പറയുന്നുണ്ട്. ഇറ്റ് വാസ് എ വോയിസ് നോട്ട്. പുള്ളിക്കാരി മെസ്സേജ് ആയിട്ട് അയച്ചത്. നമ്മൾ വീണ്ടും കേട്ടു
Did she really say that, or are we imagining it? Like, how can a human being talk like this? അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇവര് അകാരണകൃഷ്ണനെയൊക്കെ കുറിച്ച് വൃത്തികേടായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് പുറത്തു പോലും പറയാൻ പറ്റത്തില്ലാത്ത, ഒരു മുത്തശ്ശിയല്ല ഒരു മനുഷ്യൻ പറയത്തില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞെന്ന്. ഞാൻ എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മയുടെ വിഷമങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാവരും നെഗറ്റീവായിട്ടാണ് കണ്ടത്. ബേസിക്കലി തൻവിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു പരാമർശം തൻവി കൊണ്ടുവരുവാണെങ്കിൽ ആദ്യം വിരൽ ചൂണ്ടുന്നത് സിന്ധുകൃഷ്ണയുടെ നേർക്കായിരിക്കും. അതിനുശേഷം അവരുടെ മക്കളുടെ നേർക്കും വിരൽ ചൂണ്ടും. അതായത് കൊച്ചുമക്കളാണ്. അങ്ങനെ അവരുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാവുന്നത് തൻവിക്ക് അറിയാം. അങ്ങനെ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തൻവി ഇതൊക്കെ എടുത്തിട്ടത്. തൻവി തന്നെ പറയുന്നതിൽ നിന്ന് വ്യക്തമാണ്, എന്തെങ്കിലും സാധനം കയ്യിലുണ്ടെങ്കിൽ തൻവിക്ക് അത് കൊടുക്കത്തുള്ളൂ. സിന്ധുകൃഷ്ണയുടെ മക്കൾക്കൊന്നും ഒന്നും മുത്തശ്ശി കൊടുക്കത്തില്ല. അങ്ങനെ ഒരു കാര്യം തൻവി പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് സിന്ധുകൃഷ്ണയാണെങ്കിലും മക്കളെ വിടുവോ? ഒരിക്കലും വിടത്തില്ല. സിന്ധുകൃഷ്ണയുടെ അമ്മേനെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്ന് വീഡിയോ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അതായത് പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്നു ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നതൊക്കെ. എല്ലാരും പറയുന്ന പോലെ അവരെ നോക്കാതെ ഇരിക്കുന്നൊന്നുമില്ല. അവരെ നോക്കാനൊക്കെ ഹോം നേഴ്സിനെ ഏർപ്പാട് ചെയ്തത് സിന്ധുകൃഷ്ണയുടെ ഫാമിലിയാണ്. സത്യം പറയുവാണെങ്കിൽ തൻവി ഒരു സിമ്പതി ഉണ്ടാക്കിയെടുക്കാനാണ് നോക്കിയത്. ഇന്ന കാര്യത്തിലാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുവാണെങ്കിൽ ആൾക്കാർക്ക് ഒരു സ്നേഹവും തോന്നും, ഒരു സിമ്പതിയും തോന്നും. അതിനു വേണ്ടിയിട്ടാണ് ആ വീഡിയോ ഇട്ടത്. അങ്ങനെ ഒരു സിമ്പതി ഉണ്ടാകുമ്പോഴത്തേനും തൻവിക്ക് തൻവിയുടെ യൂട്യൂബ് ചാനൽ റീച്ച് ആക്കി കൊണ്ടുവരാം. അങ്ങനെ നാട്ടിൽ തന്നെ നിന്നിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കാം. അതൊക്കെയാണ് ഉദ്ദേശം. അതായത് മുത്തശ്ശിയെ നോക്കാനായിട്ട് ഞാൻ വിദേശത്തെ 5 ലക്ഷം രൂപ ഉള്ള ജോലി ഉപേക്ഷിച്ചിട്ട് നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തൻവി ശ്രമിച്ചത്. തൻവി ഈ വീഡിയോ ഇട്ടതിന് ശേഷം സിന്ധുകൃഷ്ണയുടെ യൂട്യൂബ് ചാനലിലെ കുറെ വീഡിയോസ് ഞാൻ ഇരുന്ന് കണ്ടു. അത് കണ്ടപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങളെന്ന്. അതായത് തൻവി പറയുന്നതെല്ലാം നുണയാണെന്ന്. അച്ഛനെയും അമ്മയൊക്കെ സിന്ധുകൃഷ്ണ പുറത്തേക്ക് കൊണ്ടുപോകുന്ന വീഡിയോസ് ഒക്കെ അവരുടെ ചാനലുണ്ട്. അത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും വളരെ സ്നേഹത്തോടു കൂടിയാണ് അച്ഛനും അമ്മയെ നോക്കി കണ്ടതെന്ന്. നല്ലപോലെ ട്രീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തൻവിയുടെ അച്ഛനും അമ്മയെ സെപ്പറേറ്റ് ആയതിനു ശേഷം തൻവി കുറച്ചുനാള് അമ്മയോടെ നിന്നിട്ടുണ്ട്, കുറച്ചുനാൾ അച്ഛൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അച്ഛനെ കുറിച്ച് തൻവി നല്ല കാര്യങ്ങളാണ് പറയുന്നത്. എന്നാൽ അമ്മേനെ കുറിച്ച് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. When ഉള്ളിന്റെ ഉള്ളുകൊണ്ട് even Tanvi knows that if things are a certain way, there are many people involved. അല്ലാതെ സിനിമ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വിചാരിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ അമ്മയുടെ അനിയത്തി ചിന്നമ്മ ഒരു വില്ലിയാണ്, മറ്റേ ഒരു കല്യാണം കഴിഞ്ഞിട്ട് മറ്റൊരു കല്യാണം കഴിച്ച് അങ്ങ് മൂവ് ഓൺ ആയിപ്പോയി ഒരു വില്ലി. ഓഫ് കോഴ്സ് നോട്ട്. വാട്ട് നോൺസെൻസ്. മൈ മദേഴ്സ് സിസ്റ്റർ ലൈക്ക് ചിന്നമ്മ ഞാൻ കൊച്ചായിരിക്കുമ്പോൾ തൊട്ടേ ഞാനാണ് ഐ എം സോ അറ്റാച്ച്ഡ് ടു ഹർ. ഷീ ഈസ് എ വെരി ഗുഡ് പേഴ്സൺ. ആദ്യത്തെ പുള്ളിക്കാരുടെ മാരേജ് വർക്ക്ഔട്ട് അല്ലെങ്കിൽ വെൻ ഡു ടു പീപ്പിൾ ഗോ ഫോർ എ ഡിവോഴ്സ് വെൻ ദർ ഇസ് സം പ്രോബ്ലം ഇൻ ദ മാരേജ്. ഇവിടെ ഹൂ വാസ് ദ പ്രോബ്ലം ഇൻ ദ മാരേജ് ആൻഡ് വാട്ട് വാസ് ദ പ്രോബ്ലം എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഐ വോണ്ട് ടു റെസ്പെക്ട് ഹൂ എവർ വാസ് ദ പ്രോബ്ലം ഓർ വട്ട് എവർ. മൈ ചിന്നമ്മ വാസ് ഡെഫിനറ്റ്ലി നോട്ട് ദ പ്രോബ്ലം. ദർ വാസ് ഇഷ്യൂസ് ഇൻ ദിയർ മാരേജ് ആൻഡ് ഡിവോഴ്സായി. കുറച്ച് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പം ദീനങ്കിൾ എന്ന് പറയുന്ന നല്ലൊരാൾ കെയിം ഇൻ ടു ഹർ ലൈഫ് ആൻഡ് ഷീ മൂവ്ഡ് ഓൺ. അപ്പോൾ ഒരു സ്ത്രീ ഡിവോഴ്സ് ആയാൽ അവർ മൂവ് ഓൺ ആയിക്കൂടെ? അവർ മറ്റൊരാളെ കല്യാണം കഴിച്ച് ജീവിതത്തിൽ മൂവ് ഫോർവേഡ് ആയിക്കൂടെ? ആൻഡ് ദീനങ്കിൾ ഇസ് ദ നൈസസ്റ്റ് ഹ്യൂമൻ ബീങ് ഇൻ ദ ഹോൾ വേൾഡ്. സോ മച്ച് ദാറ്റ് നമ്മളെല്ലാവരുടെയും കൊച്ചിലത്തെ ആഗ്രഹമായിരുന്നു നമ്മൾ കല്യാണം കഴിക്കുന്ന ആൾ ദീനങ്കിളിനെ പോലെ ഒരാളായിരിക്കണം. ബിക്കോസ് ഇത്രയും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഇത്രയും നല്ലൊരാളെ നമ്മൾ കണ്ടിട്ടില്ല. ചിന്നമ്മ മൂവ് ഓൺ ആയതുകൊണ്ട് ഷീ ഈസ് ഏബിൾ ടു ലീഡ് എ ഹാപ്പി ലൈഫ്. ആൻഡ് ഇഫ് ദർ ആർ പ്രോബ്ലംസ് ഇൻ ചിന്നമ്മ ആൻഡ് തൻവീസ് റിലേഷൻഷിപ്പ്, ഇറ്റ്സ് നോട്ട് ദറ്റ് ചിന്നമ്മ അബാൻഡൻഡ് ഹർ ഡോട്ടർ. എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. ബിക്കോസ് ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് ഫോർ ഇറ്റ്. പക്ഷേ വരുത്തി തീർക്കാൻ നോക്കുന്ന പോലെ ചിന്നമ്മ ഒരു വില്ലിയല്ല. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ അതിൽ പലരുടെയും ഫോൾട്ട് ഉണ്ട്, പല സർക്കംസ്റ്റൻഷ്യൽ തിങ്സ് ഉണ്ട്. ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ദർ. അല്ലാതെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആൻഡ് മൈ ചിന്നമ്മ ഇസ് നോട്ട് ദ കൈൻഡ് ഓഫ് പേഴ്സൺ സംബഡി ഹാസ് മെയ്ഡ് ഹർ ലുക്ക് ലൈക്ക്. ദാറ്റ്സ് ഓൾ ഐ കൻ സേ. ഇറ്റ്സ് അപ് ടു യു ടു ബിലീവ് ഇറ്റ്. സോ അതുപോലെ ഓരോ സമയത്ത് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് മോശം പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കറങ്ങിത്തിരിഞ്ഞ് ഒരു ദിവസം നമ്മളെക്കുറിച്ച്, കാരണം നമ്മളാകുമ്പോൾ ഇറ്റ്സ് ദ ബെസ്റ്റ് ടാർഗറ്റ്. ബിക്കോസ് യു നോ അതിന് കിട്ടാൻ പോകുന്ന ഒരു റീച്ച് ഓഫ് വ്യൂ ആൻഡ് ഓൾ ഇസ്. അഹാന പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടെ തന്റെ കുടുംബത്തിലുള്ള ആളുകളെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാനുള്ള കഴിവ് തൻവിക്കുണ്ട്. അതായത് ആരുടെ കൂടെ നിന്നാൽ നേട്ടം ഉണ്ടാവും അവരെ കുറിച്ച് പോസിറ്റീവ് പറയും, ആരുടെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് നേട്ടം ഉണ്ടാകത്തില്ല അവരെ കുറിച്ച് നെഗറ്റീവ് പറയും. അതാണ് തൻവിയുടെ സ്വഭാവം എന്നാണ് പറയുന്നത്. അതായത് ടിപ്പും പൈസ കൊടുക്കുന്ന സാമ്പത്തികമുള്ള ആളുകളെ കുറിച്ച് തൻവി പൊക്കി പറയും, ഇല്ലാത്തവരെ കുറിച്ച് താഴ്ത്തി പറയും. അങ്ങനെയായിരിക്കും അഹാന പറയുന്നത്. ഈ തൻവി സുധീർ ഘോഷ് എന്ന് പറഞ്ഞ ആള് സ്വന്തം അമ്മേനെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചു. കൂടാതെ ഭർത്താവുമായിട്ട് ഡിവോഴ്സുമായിട്ട് സംബന്ധിച്ച് ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഭർത്താവിനെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇപ്പോ സിന്ധുകൃഷ്ണനെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇവര് നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്നെന്ന് പറയുവാണെങ്കിൽ ഒരാളെ കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ് വീഡിയോ ഇടുന്നു. അത് കാണുന്നവർക്കറിയാം ഇയാളെ കുറിച്ചാണ് പറഞ്ഞത്, ഇന്നയാളിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. അതുവഴി സോഷ്യൽ മീഡിയ കൂടെ സിമ്പതിയും കിട്ടും, ഇവർക്ക് കുറച്ച് സപ്പോർട്ടും കിട്ടും. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് തൻവി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോക്കകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്.
പേടിച്ചാണ് സംസാരിക്കുന്നത്. കാരണം അഹാനകൃഷ്ണ വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരമാണ്. അതായത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മൂമ്മയുടെ വിഷമങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാവരും നെഗറ്റീവായിട്ടാണ് കണ്ടത്. അമ്മൂമ്മയുടെ കാര്യം നോക്കൂ, ലിയാൻ്റെ കാര്യവും നോക്കൂ. ലിയാന് ഉള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അവന് നമുക്ക് നോക്കണം. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതുവരെ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ പേഴ്സണൽ മെഡിക്കൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അവൻ്റെ ആ കുറേ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെയിൻലി വന്നത്. അങ്ങനെ ഇവരെ എക്സ്പോസ് ആയിരിക്കുകയാണ് ഗൈസ്. ഇവരുടെ മകന് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് വേണം. അതിനുള്ള ട്രീറ്റ്മെന്റ് കാനഡയിലില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ മുത്തശ്ശിയോടുള്ള സ്നേഹം കൊണ്ട് വരുന്നതല്ല. അതായത് മകന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരുന്നത്. അതിനൊപ്പം വല്യമ്മനെ നോക്കണം, അങ്ങനെയാണ് പറയുന്നത്. എന്തൊക്കെയായാലും എല്ലാ കാര്യങ്ങളും കൈവിട്ടുപോയി. തൻവി നുണ പറഞ്ഞെന്ന് തൻവിനെ സമ്മതിച്ചിരിക്കുകയാണ്. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.